ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മിസ്റ്റേക്കുകളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. അതായത് ഈ പറയുന്ന മിസ്റ്റേക്കുകൾക്ക് നിങ്ങളെന്ന വ്യക്തിയെ തന്നെ ദുർബലനാക്കി മാറ്റാനും നിങ്ങളുടെ ജീവിതത്തെ തന്നെ ദുരിതത്തിലാക്കാനോ ഉള്ള ശേഷിയുണ്ട്. അതായത് ഈ പറയുന്ന മിസ്റ്റേക്കുകൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കാനായി സാധിക്കും. സോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എല്ലാം ഇല്ലാതാക്കുന്ന മിസ്റ്റേക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാനായി ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. യെസ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുന്ന, നിങ്ങളെ ദുർബലനും സ്വയം വെറുക്കുന്നവനുമാക്കി തീർക്കുന്ന ചില കാര്യങ്ങൾ. ഇവയിൽ ആദ്യത്തേതാണ് നെഗ്ലക്റ്റിംഗ് സെൽഫ് കെയർ. നിങ്ങൾ നിങ്ങളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ സുഖങ്ങൾക്ക്, ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ, അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായി നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആസ്വാദനവും ഭംഗിയും ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായി ശ്രമിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് ഒരിക്കലെങ്കിലും ഇത് നിങ്ങളെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചേക്കാം. നമ്പർ 2, പുവർ ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുക. നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാനും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് തിരിച്ചറിയാനും ശ്രമിക്കുക. അല്ലാത്ത പക്ഷം കഴിഞ്ഞുപോയ ഓരോ നിമിഷത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടും ദുഃഖിക്കേണ്ട അവസ്ഥ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വന്നേക്കാം. സോ നിങ്ങളുടെ സമയത്തെ എഫക്റ്റീവായി യൂസ് ചെയ്യാനും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ സമയത്തെ അനാവശ്യമായി പാഴാക്കാതിരിക്കുക. നമ്പർ 3, നെഗറ്റീവ് സെൽഫ് ടോക്ക്. എനിക്കറിയാം ഇത് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് സ്വയം നമ്മളെ തന്നെ നമ്മൾ പരിഹസിക്കുകയോ നെഗറ്റീവായി കാണുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഇല്ലാതാക്കുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സ്വയം സംശയിക്കുന്നതും വിമർശിക്കുന്നതും ഒഴിവാക്കാനായി ശ്രമിക്കുക. ഇത്തരം ചിന്താഗതികൾക്ക് നിങ്ങളെ ജീവിതത്തിൽ എവിടെയും എത്തിക്കാനായി സാധിക്കില്ലെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരം ചിന്താഗതികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും എത്താനായി അനുവദിക്കാത്തതെന്നും തിരിച്ചറിയുക. നമ്പർ 4, ടോക്സിക് റിലേഷൻഷിപ്സ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും ഒഴിവാകാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ തന്നെ കാർന്നു തിന്നാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതം തന്നെ നരകതുല്യമാകാനും കാരണമാകും. സോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ ഒഴിവാക്കാനായി ശ്രമിക്കുക. നമ്പർ 5, അവോയ്ഡിങ് ചേഞ്ച്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ലോകം വളരെ വേഗത്തിൽ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ ലൈഫിലും പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും നല്ല രീതിയിൽ ആസ്വദിക്കാനോ നിങ്ങൾക്ക് സ്വയം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനോ സാധിക്കില്ല. സോ ഇത് നിങ്ങളെ വളരെ വീക്കായ ദുർബലനായ ഒരു വ്യക്തിയാക്കി മാറ്റും. സോ ആവശ്യമായ മാറ്റങ്ങളെയോ വളർച്ച അവസരങ്ങളെയോ പ്രതിരോധിക്കുന്നതിന് പകരം അതിനെ മനസ്സിലാക്കാനും അവയെ വളർച്ചയ്ക്കായി യൂസ് ചെയ്യാനും ശ്രമിക്കുക. നമ്പർ 6, ലാക്ക് ഓഫ് ഗോൾസ്. യെസ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യാതൊരു രീതിയിലുള്ള ലക്ഷ്യങ്ങളോ ഗോൾസോ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ ആയി തീരാനായി സാധിക്കില്ല. സോ ഇത്തരത്തിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷങ്ങളും പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ സമയവും പാഴാക്കി കളഞ്ഞ ഓരോ അവസരങ്ങളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് പിന്നീട് ഒരിക്കൽ നിങ്ങൾ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. സോ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ തങ്ങളുടെ സമയത്തിൻ്റെയും അവസരങ്ങളുടെയെല്ലാം ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാനായി സാധിക്കൂ. നമ്പർ 7, ഓവർ ഇൻ്റലിജൻസ്. അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും ആവശ്യത്തിലും അധികമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളെ വളരെ മോശമായ രീതിയിലായിരിക്കും ബാധിക്കുക. സോ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാനും ഡ്രിങ്കിങ്, സ്മോക്കിംഗ് പോലുള്ള ദുശ്ശീലങ്ങളെല്ലാം ഒഴിവാക്കാനും ശ്രമിക്കുക. സോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും അളവിൽ കൂടുതലാകാതിരിക്കാനായി ശ്രമിക്കുക. അതുപോലെ അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കാനും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാനും ശ്രമിക്കുക. നമ്പർ 8, കമ്പാരിസൺ വിത്ത് others. മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് സ്വയം നിങ്ങളോടുള്ള മതിപ്പും ഇല്ലാതാക്കുന്ന ഒന്നാണ്. അതുപോലെ ഇത് നിങ്ങളിൽ അസൂയയും വിദ്വേഷവും വളർത്തിയെടുക്കാനും ഇത് കാരണമാകും. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന പെരുമാറ്റം നിർത്താനായി ശ്രമിക്കുക. സ്വയം നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയെയും കാണാതെ പോകരുത്. നമ്പർ 9, ഇഗ്നോറിങ് ഫിനാൻസസ്. നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ സമ്പാദ്യവും കൂടുതലോ കുറവോ ആകട്ടെ, നിങ്ങൾ എത്തരത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, മാനേജ് ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ബെറ്ററായി മാറാനായി സാധിക്കില്ല. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒഴിവാവുകയും ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ പണത്തെ എത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നും എത്തരത്തിൽ സേവ് ചെയ്ത് വെക്കണമെന്നും പഠിക്കേണ്ടതും അതിനെ കൈകാര്യം ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഇത് വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ വളരെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാനായി സാധിക്കും. നമ്പർ 10, ഫെയിലിയർ ടു ലേൺ ഫ്രോം മിസ്റ്റേക്സ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിലനിർത്താനായി സാധിക്കില്ല. അതുപോലെ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയില്ല. അതായത് ലൈഫിൽ എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഏതൊരു മേഖലയിലും നമുക്ക് ഫെയിലിയേഴ്സ് വരും. ഫെയിലിയേഴ്സ് ഇല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായും മനസ്സിലാക്കാനോ മുന്നേറാനോ സാധിക്കില്ല. അതായത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ നമുക്ക് പറ്റുന്ന പല മിസ്റ്റേക്കുകളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനായി നമുക്ക് സാധിക്കും. ഒരു പക്ഷെ ഒന്നും തന്നെ പഠിക്കാനോ അതിനെ മനസ്സിലാക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. സോ മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഓരോ ഫെയിലിയറിനെയും നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകളെയും മനസ്സിലാക്കാനും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നേറാനുള്ള കഴിവോ അതിനെ നേരിടാനുള്ള സാമർഥ്യമോ നമുക്കുണ്ടായെന്ന് വരില്ല. അതുപോലെ ചെയ്ത തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രോത്തിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വീണ്ടും ജീവിക്കേണ്ടതായി വരും. സോ നിങ്ങളുടെ ഫെയിലിയറിൽ നിന്നും പാഠങ്ങളെ പഠിക്കാനും മുന്നേറാനും ശ്രമിക്കുക. നമ്പർ 11, ഐസൊലേഷൻ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായേക്കാം. പല സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ ആരും ഉണ്ടായെന്ന് വരില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ചെയ്ത് തീർക്കാനും നമ്മൾ തന്നെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനായി പരിശീലിക്കേണ്ടതും അതിനുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ എന്ന് കരുതി ഒരിക്കലും ഒറ്റയ്ക്കാവാനോ എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കാനോ ശ്രമിക്കരുത്. എന്തെന്നാൽ നമ്മൾ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള സോഷ്യൽ കണക്ഷൻസോ നമ്മളെ മനസ്സിലാക്കാനോ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. സോ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി നിലനിൽക്കാനും ഉള്ള കഴിവ് പോലെ തന്നെ സോഷ്യൽ കണക്ഷൻസും അതുപോലെ നല്ല റിലേഷൻഷിപ്പും ഉണ്ടാക്കിയെടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ച് ബന്ധങ്ങളെങ്കിലും നിലനിർത്താനായി ശ്രമിക്കുക. 12ാമത്തെയും അവസാനത്തെയാണ് ഫിയർ ഓഫ് ഫെയിലിയർ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനായി നിങ്ങളുടെ ഭയത്തെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനവും എടുക്കാനായി സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് കിടക്കണം. സോ നിങ്ങൾ നിങ്ങളുടെ ഭയത്തെയാണ് തീരുമാനങ്ങൾ എടുക്കാനായി അനുവദിക്കുന്നതെങ്കിൽ ഭയം ഒരിക്കലും കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കാനായി നമ്മളെ പ്രേരിപ്പിക്കില്ല. സോ തോൽക്കും, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഭയം കൊണ്ടുള്ള തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഭയത്തെ ഒഴിവാക്കാനും ശ്രമിക്കുക. വിജയവും പരാജയവുമെല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു പക്ഷേ നമുക്കൊരു തീരുമാനവും എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ഒരു വിജയം പോലും കൈവരിക്കാനോ ആസ്വദിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു പക്ഷെ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയവും. സോ അതുകൊണ്ട് തന്നെ പരാജയപ്പെടുമെന്ന പേടി മൂലം പല തീരുമാനങ്ങളും എടുക്കാതെ ഒഴിവാക്കി വിടുന്ന നിങ്ങളുടെ മെൻറ്റാലിറ്റിയെ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും ശ്രമിക്കുക. ഇതാണ് പല കാര്യങ്ങളിലും അറിവുണ്ടായിട്ടും എവിടെയും എത്താതെ പോയ ആളുകളുടെ പ്രധാനപ്പെട്ട ഘടകം. സോ ഈ ഒരു തെറ്റിനെ ഇനിയും ആവർത്തിക്കാതിരിക്കാനായി ശ്രമിക്കുക.